മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നവീന ചാനലായ മനപ്പുറത്ത് ജ്യോതിഷത്തിലേക്ക് സുസ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ബെല്ലൈക്കൺ അമർത്തുക. നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഏവർക്കും എൻ്റെ എളിയ ചാനലായ മനപ്പുറത്ത് ജ്യോതിഷം ചാനലിലേക്ക് നിസ്സീമമായ ഹാർദവുമായ സ്വാഗതം. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മഹനീയ സാന്നിധ്യത്തിനുടമയായ താങ്കൾക്കും നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്ന അശ്വതി നക്ഷത്രത്തിൻ്റെ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു നക്ഷത്രമാണ് അശ്വതി. അതിൻ്റെ ആണ്ടുഫലം 2026 തുടങ്ങുവാണ്. ക്രിസ്മസ് ആശംസകളും നവവത്സര ആശംസകളും എല്ലാം നേർന്നുകൊണ്ട് നമുക്ക് അശ്വതി നക്ഷത്രത്തിൻ്റെ പൊതുഫലങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ തന്നെ ശാസ്ത്രീയമായി ഗണിച്ച് പറയുന്നതായിട്ടുള്ള പൊതുഫലങ്ങൾ മാത്രമാണ്. അത് പൊതുഫലങ്ങൾ വന്നിരിക്കുന്നത് അശ്വതി നക്ഷത്രക്കാർ പൊതുവെ മേടക്കൂറുകാരാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അശ്വതി നക്ഷത്രം പൊതുവെ ആരോഗ്യവും സൗന്ദര്യവും ഉള്ളവരായിരിക്കും. നല്ല വിവേചന സാമർഥ്യവും സാമാന്യത്തിൽ കവിഞ്ഞ അറിവും ഓർമ്മശക്തിയും ഇവരിൽ ഉണ്ടായിരിക്കും. ഏത് കാര്യത്തിലും നല്ലവണ്ണം ആലോചിച്ച് സാവധാനം ഇടപെടുന്ന കൂട്ടരാണിവർ. പെട്ടെന്ന് ഒന്നിലും എടുത്തു ചാടുകയോ വികാര വിക്ഷോഭങ്ങൾക്ക് വിഷംവാദരാകുകയോ ചെയ്യില്ല. എന്നാൽ എന്തെങ്കിലും ഒരു നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിൽ നിന്നും മാറാത്ത ഒരു സ്വഭാവവും ഇവരിൽ കണ്ടുവരുന്നുണ്ട്. പുരാതന കാര്യങ്ങൾക്ക് ആധുനിക രൂപം കൊടുത്ത് സമർത്ഥിക്കുന്നതിൽ താല്പര്യമുള്ളവരാണ്. ആശ്രിത വാത്സല്യവും തങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അവരുടെ ഏത് ആപത്ഘട്ടത്തിലുമുള്ള സേവന സന്നദ്ധതയും ഇവരുടെ വിശിഷ്ട ഗുണങ്ങളാകുന്നു. സാഹിത്യാദി പ്രൗഢകലകളിലും പാട്ട് മുതലായ ലളിതകലകളിലും വാസനയുള്ളവരും ചിന്താശീലരുമാണ് അധികം പേരും. ഉപരി വിദ്യാഭ്യാസം നേടുന്നവരാണ് ഇവരിലധികം പേരും. അതിന് കഴിഞ്ഞില്ലെങ്കിൽ കൂടി നല്ല വിജ്ഞാന സമ്പാദകരും അതിനും കഴിഞ്ഞില്ലെങ്കിൽ കൃഷി അല്ലെങ്കിൽ മുതലായ മേഖലകളിൽ ശോഭിക്കുകയും വിദേശയാത്രയ്ക്കോ വിദേശ തൊഴിലിനോ പ്രകടമായ യോഗമുള്ളവരും ആണ് ഇവർ. ഏത് രംഗത്തായാലും ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തന ചാതുര്യം വെച്ചു പുലർത്തുന്ന ആൾക്കാരാണ് ഇവർ. ഇടവൻ, ചിങ്ങം, വൃശ്ചികം, കുംഭം എന്നീ മാസങ്ങളിൽ ജനിച്ച ഈ നക്ഷത്രക്കാർക്ക് വരിഷ്ഠ യോഗം എന്ന് പറയുന്ന ഒരുപാട് യോഗങ്ങൾ നമ്മൾ ജാതകാലം ഒക്കെ ചിന്തിക്കാറുണ്ട്. അതങ്ങനെയുള്ളൊരു യോഗമാണ് വരിഷ്ഠ യോഗ ഫലം എന്ന് പറയുന്നത്. ആ വരിഷ്ഠ യോഗം സംഭവിക്കുന്നതുകൊണ്ട് വിനയശീലത്തിലും അതുപോലെ ബുദ്ധിചാരിത്യത്തിലും വാഗ്വൈഭവത്തിലും അറിവ് സമ്പാദിക്കുന്നതിലും നൈപുണ്യം തേടുന്നതിലും മുൻപന്തിയിലാകും. അശ്വതി നക്ഷത്രത്തിൽ ആദ്യ പാദത്തിൽ ജനിച്ചാൽ ആദ്യത്തെ 15 നാഴിക ഗണ്ഡാന്ത ദോഷം എന്നും പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അശ്വതി മൂലം മുതൽ കാലിവ 3-ലും രേവത്യാലയം കേട്ട ഗണ്ഡാന്തം എന്നാണ് പറയപ്പെടുക. അപ്പോൾ ആ ഗണ്ഡാന്ത നക്ഷത്രത്തിന് പ്രത്യേക ചെറിയ ചെറിയ പരിഹാരങ്ങൾ നിങ്ങളെ കൊച്ചിലെ ഉണ്ടാകുന്ന വിഷയങ്ങൾക്ക് ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥ വളരെയധികം കൂടുതലാണ്. കർമ്മശേഷിയും കർമ്മപുഷ്ടിയും ആദരണീയതയും ഒക്കെ അനുഭവിച്ച് അറിയുന്ന നക്ഷത്രക്കാരും കൂടാണ് ഇവർ. ഏറ്റവും നല്ല ബുദ്ധി സാമർഥ്യം കാണിക്കുന്ന നക്ഷത്രവുമാണ്. സാമാന്യന അർദ്ധദശാകാലം എന്ന് പറയും. ആ അർദ്ധദശാകാലം ജനനം മുതൽ ഉദ്ദേശം 3.5 വയസ്സ് വരെ കേതുർദശയാണ്. അത് കഴിഞ്ഞ് 3 മുതൽ 23 വർഷം ശുക്രനാണ് 20 വർഷം വരുന്നത്. അത് കഴിഞ്ഞ് 23 മുതൽ 29 വയസ്സ് വരെ ആദിത്യദശയാണ്. 29 വയസ്സ് മുതൽ 39 വയസ്സ് വരെ ചന്ദ്രദശയും 39 വയസ്സും മുതൽ 46 വയസ്സ് വരെ ചൊവ്വാദശയും അത് കഴിഞ്ഞ് 46 മുതൽ 64 വരെ രാഹുർ ദശയും. ഇത് ഞാനിങ്ങനെ ഗണിച്ചങ്ങ് ഇട്ടിരിക്കുന്നതേ ഉള്ളൂ. അത് ഓരോരുത്തരുടെ ഗ്രഹനില അനുസരിച്ചാണ്. ഇത് പൊതുഫലങ്ങൾ പറയുന്നതുകൊണ്ടാണ്. 64 വയസ്സ് മുതൽ 80 വയസ്സ് വരെ വ്യാഴദശയും പിന്നെ 80 കഴിഞ്ഞാൽ പിന്നെ 19 വർഷം ശനിദശാകാലമാണ്. പുത്ര പൗത്ര സൗഖ്യം, പതനഭയം, ദുരാനുഭവം,
രോഗങ്ങൾ, കഫം കോപിച്ചുള്ള അരിഷ്ടതകൾ, മറ്റുള്ളവരിൽ നിന്ന് തനിക്കും തന്നിൽ നിന്നും മറ്റുള്ളവർക്ക് ദോഷയതിവ ശനിദശ ഫലങ്ങളാകുന്നു സാമാന്യനെ ഇവരുടെ. അതിനാൽ അശ്വതി നക്ഷത്രക്കാർക്ക് ഈ വർഷം മുഴുവനും 7 ശനി ദോഷകാലം തുടരുന്നുണ്ട്. അതിനാൽ ശനിയാഴ്ച വ്രതം മുതലായ ശനിപ്രീതി കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാൻ ശ്രദ്ധിക്കണം. തന്മൂലം ധാർമ്മികമായി പെരുമാറുവാൻ ഉൾപ്രേരണ, കുടുംബസുഖം, ബന്ധുഗുണം, അശന ശയനാദി സുഖം, വിദേശ വസ്തുക്കളുടെ ലാഭം, വസ്ത്രാഭരണ ഗുണം, ജനസ്നേഹം, സന്താനങ്ങളെ കൊണ്ട് സന്തോഷം തുടങ്ങിയ ഗുണാനുഭവങ്ങൾ വർഷാരംഭം മുതൽ ആഗസ്റ്റ് മാസം കഴിയുന്നതുവരെ ശുക്രന്റെ ഇഷ്ടസ്ഥിതി കൊണ്ട് ലഭിക്കുന്നതാണ്. തന്നെയുമല്ല, പ്രായം അനുസരിച്ച് ബാലാരിഷ്ടതകൾ, വിദ്യാഭ്യാസത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുക, അതുപോലെ തന്നെ ഗൃഹത്തിലും ജോലിസ്ഥലത്തും പലവിധ വൈഷമ്യങ്ങൾ, വാഹനാപകട സാധ്യതകൾ, പകർച്ചവ്യാധികൾ, ദാമ്പത്യ ക്ലേശം, സന്താന അരിഷ്ടതകൾ, മൃത്യുക്ലേശാദി ദുഃഖങ്ങൾ മുതലായ ഗൗരവമുള്ള ദോഷങ്ങളെ തരണം ചെയ്യുവാനും കഴിയുന്നതാണ്. ജൂൺ 1 വ്യാഴത്തിന്റെ 3 സ്ഥിതി കൊണ്ടുള്ള ദോഷങ്ങൾ മാറിക്കിട്ടും. കുറേയൊക്കെ 3 വ്യാഴം മുറവിളി കൂട്ടുമെന്നാണ് പറയുക, അല്ലേ? അതൊരു പഴഞ്ചൊല്ലാണ്. 3 വ്യാഴം മുറവിളി കൂട്ടുക ഒരു പഴഞ്ചൊല്ലും കൂടെ ഉണ്ട്. അതിനുശേഷം ഒക്ടോബർ 31 വരെ വ്യാഴം 4 സഞ്ചരിക്കുന്നതുകൊണ്ട് ഉദ്ദേശ്യ കാര്യം നടന്നു കിട്ടും. എന്നാൽ വ്യാഴാഴ്ച വ്രതം മുതലായ കർമ്മങ്ങൾ നിങ്ങൾ ചെയ്തിരിക്കണം. തന്മൂലം വർഷാവസാനം വാക്ശോഭ, പഠനത്തിൽ അഭിരുചി, പരീക്ഷാ വിജയം, കായിക കലാരംഗങ്ങളിൽ ഇടപെടൽ അവസരം, കർമ്മപുഷ്ടി, മറ്റു രംഗങ്ങളിലും കൃഷി, കച്ചവട, ബിസിനസ് പുരോഗതി, ധനവരുമാനം, യുവതി യുവാക്കൾക്ക് വിവാഹ സിദ്ധി, വസ്ത്രാഭരണ ലാഭം ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും അശ്വതി നക്ഷത്രക്കാർക്കുണ്ട്. ബന്ധു സൗഹൃദം, വാസസ്ഥല ലാഭം, അല്ലെങ്കിൽ ഗൃഹനിർമ്മാണം, ഗൃഹത്തിന് പുതിയ പെയിന്റ് അടിക്കുക, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ഉണ്ടാകുവാനും, അതുപോലെ തന്നെ വാഹന അഭിവൃദ്ധി ഉണ്ടാകാനും, ഉദ്യോഗസ്ഥർക്ക് പ്രമോഷൻ മുതലായ ലഭിക്കുവാനും, മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ സന്താനങ്ങളുടെ വിദ്യാഭ്യാസം, ജോലി, വിവാഹം, അവരുടെ കൂടെ പോയി താമസം, ഇങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വിദഗ്ധ കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ അവസരം കിട്ടുന്നതായിട്ടുള്ള സമയമാണ്. രോഗബാധിതർ അല്പം ശ്രദ്ധിക്കുകയും ആത്മീയ കാര്യങ്ങളിൽ ഇടപെട്ട് സംതൃപ്തി വരികയും ചെയ്തു കൊള്ളാം. വ്യാഴം, 5 എന്നിവ ഒരു ഫലങ്ങളാണ്. കാരണം ഇവർക്ക് ഏറ്റവും കൂടുതൽ വരുന്നതായിട്ടുള്ള വിദ്വേഷണങ്ങളും ദോഷങ്ങളും ശത്രുതാപരമായിട്ടുള്ള ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നിങ്ങൾ നല്ലൊരു ആചാര്യരെ കണ്ട്, നല്ലൊരു ജ്യോതിഷിയെ കണ്ട് തത്തുല്യ പരിഹാരം ഗണിച്ചു മേടിച്ച് അതിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെയുള്ള നമുക്ക് വളരെയധികം കുറഞ്ഞു കിട്ടും. വളരെയധികം അല്ല, നന്മയായിട്ടും നന്നായിട്ടും കുറഞ്ഞു കിട്ടാനുള്ള സാധ്യതയുണ്ട്. ശിവനെ നന്നായിട്ട് വിളിക്കുക, ശിവക്ഷേത്ര ദർശനം നടത്തുക, ജലധാര, കൂവളമാല, ഉറവകളൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ ശാസ്താവിന് നെയ്യ് അഭിഷേകം നടത്തുക, എള്ള് കിഴി തന്നെ കത്തിക്കുക. ചില ഭോഷന്മാരൊക്കെ പറയുന്നുണ്ട് എള്ള് കത്തിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് വിക്രിയ രീതിയിൽ കാൽചിന്തനം, അരചിന്തനം, അങ്ങനെയുള്ള ചിന്തനമൊന്നും ജ്യോതിഷ സംബന്ധമായിട്ടുള്ള ശാസ്ത്രീയമായ ജ്യോതിഷ സംബന്ധമായിട്ട് ഒരു കാരണവശാലും ഇല്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അത് നിങ്ങൾ യുക്തിയും ബുദ്ധി അനുസരിച്ച് തിരിച്ചറിയണം. തിരിച്ചറിവാണ് നമ്മൾ വേണ്ടത്. അറിവുണ്ടായിട്ട് കാര്യമില്ല. തിരിച്ചറിവുണ്ടാകുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആത്മാർത്ഥതയും മറ്റു കാര്യങ്ങളും ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള ഒരു അവസ്ഥാന്തരത്തിൽ നിൽക്കുന്ന ആൾക്കാരെ രക്ഷപ്പെടുത്താനുള്ള ഒരു സാമാന്യ കച്ചിത്തുരുമ്പ് മാത്രമാണ് ജ്യോതിഷം എന്നും മനസ്സിലാക്കണം. ശനിയെ പ്രസാദിപ്പിക്കുക, ശനീശ്വര മന്ത്രങ്ങൾ ജപിക്കുക, ഓം ഹ്രീം പരായ ഗോപ്ത്ര, അങ്ങനെ ഒരു മൂലമന്ത്രമുണ്ട്. അതൊക്കെ ജപിക്കുന്നത് നല്ലതാണ്. അത് അർഹിക്കുന്നവർ ജപിക്കുന്നതായിരിക്കും മൂലമന്ത്രങ്ങളൊക്കെ നല്ലത്. ശാസ്താവിന്റെ അഷ്ടോത്തരങ്ങൾ ജപിക്കുക. ശനിയാഴ്ച ദിവസം കറുത്ത വസ്ത്രമോ നീലവസ്ത്രമോ ധരിക്കുക, ഭാഗ്യം കൂടും. എല്ലാ ദിവസവും ഭസ്മലേപനം, നിത്യവും ഭസ്മലേപനം ചെയ്യുക, ഭസ്മം തൊടുക. അത് രാവിലെ ആണെങ്കിൽ വെള്ളത്തിൽ ചാലിച്ചും വൈകിട്ടാണെങ്കിൽ വെള്ളത്തിൽ ചാലിക്കാതെയും തൊടുക. നാമജപം കൃത്യമാക്കുക. വാഹനം, വസ്ത്രം, ആഡംബരസാരം, കേശവഴക്കിയ വക്കാണത്തിനൊന്നും പോകാണ്ടിരിക്കുക. ലോട്ടറി അടിക്കുന്ന പോലുള്ള സമ്പാദ്യങ്ങളൊക്കെ ഉണ്ടാകാനും ശനിക്ക് കഴിവ് തരുന്നതാണ്. പക്ഷെ അതുപോലെ നഷ്ടപ്പെടുത്താനും കഴിവുണ്ട്. അതുകൊണ്ടാണ് ഇതൊക്കെയൊന്ന് ആത്മാർത്ഥമായിട്ട് ശ്രദ്ധിക്കണമെന്ന് ആചാര്യന്മാരും അല്ലെ ജ്യോതിഷികളും ഒക്കെ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. അങ്ങനെയൊക്കെ ഉത്തമ പുരുഷമായിട്ടുള്ള കർമ്മ ഭേദങ്ങളില്ലാതെ ഈശ്വരാധീനത്തെയും നാമജപത്തെയും സഹസ്രനാമങ്ങളും അതുപോലെ വിഷ്ണു ഭക്തരും കൂടെ ആയിരിക്കുക. വിഷ്ണുവിനെ സേവിക്കുക. മഹാവിഷ്ണു അല്ലെങ്കിൽ നമ്മുടെ മഹാവിഷ്ണു സ്തോത്രങ്ങൾ ജപിക്കുക. ഓം നമോ നാരായണ ജപിക്കുക. ഓം നമഃശിവായം ജപിക്കുക.
ഇതൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് വ്യതിയാനങ്ങളും വ്യത്യാസങ്ങളും നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ ഞങ്ങളിങ്ങനെ 7ര ശനിയിലും കണ്ടകശനിയിലും പിന്നെ ഒക്കെയുള്ള ബുദ്ധിമുട്ടുകൾക്കും മറ്റു പരിഹാരങ്ങൾക്കും യന്ത്രങ്ങളൊക്കെ തയ്യാറാക്കുന്നുണ്ട്. അത് നിങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ എൻ്റെ വാട്സപ്പിൽ വിളിക്കുകയോ അല്ലെങ്കിൽ എൻ്റെ നമ്പർ 9446141155 വിളിച്ചതിന് ശേഷം സംസാരിച്ചാൽ എനിക്ക് ആകുന്ന പരിഹാര മാർഗങ്ങളൊക്കെ നിങ്ങൾക്ക് നിർദ്ദേശിച്ചു തരുവാനും ഏലസ് മറ്റു കാര്യങ്ങളോ അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളിൽ പിന്നെ താല്പര്യം ഊന്നുന്നവരുണ്ടെങ്കിൽ അത് ചെയ്തു തരാനും തൽപരനാണ് ഞാൻ. കാരണം അത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ വെച്ച് നോക്കിയതിന് ശേഷം മാത്രമേ ഉള്ളൂ ഏത് ഏലസാണ് ഏത് യന്ത്രമാണ് ധരിക്കേണ്ടതെന്നൊക്കെ നോക്കി നമ്മളത് ദശാംഗത്തോടു കൂടി പീഠപൂജ ചെയ്യണം. യന്ത്രഗായത്രി, മന്ത്രഗായത്രി, ഷഡംഗങ്ങൾ ഇതെല്ലാം കൂടെ ചേർത്ത് മന്ത്രഗായത്രി, യന്ത്രഗായത്രി, അതുപോലെ പ്രാണപ്രതിഷ്ഠ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചേർത്താണ് നമ്മൾ സാധാരണ ഒരു യന്ത്രം ഒരു പ്രതിഷ്ഠയ്ക്ക് തുല്യമാണെന്നാണ് പറയുക. യന്ത്രത്തിന്റെ കോണികളും മുക്കുകളും അതിന്റെ രൂപങ്ങളും ഒക്കെ വശ്യതാശക്തി കൂടുതലുള്ളതാണ്. അതുകൊണ്ടാണ് യന്ത്രം നമ്മുടെ ശരീരത്തിൽ ധരിച്ചു കഴിഞ്ഞാൽ ഫലമുണ്ടാകുന്നത്. അത് നിങ്ങൾ ആലോചിച്ച് ചെയ്യുക. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നതുവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിശ്ചയമായ നന്ദിയും ശ്രേഷ്ഠമായ ഭഗവാന്റെ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കാണണ്ടേ, മുഖത്ത് കാണണം. ഓക്കെ.